എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു, ഇനി അവർ തിരിച്ചു വരും തീർച്ച. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ കരടി പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. കുറേ തെറ്റിദ്ധാരണകൾ നിങ്ങളെക്കുറിച്ച് അവർക്കുണ്ടായിരുന്നു. ചില ആളുകൾ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ സ്ഥിരമായി ഏർപ്പെട്ടു. അവരുടെ തെറ്റിദ്ധരിപ്പിക്കൽ ഒരുപക്ഷെ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് കാരണമായി. അപ്രകാരം ആ വ്യക്തി നിങ്ങളെ വെറുക്കുന്നതിനോ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിനോ ഒക്കെ അത് കാരണമായി. യഥാർത്ഥത്തിൽ ആ വ്യക്തി കരുതിയത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുകളുണ്ടായി, നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറ്റമുണ്ടായി, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിക്കെതിരെ ചിലതൊക്കെ ചെയ്തു, ചിലതൊക്കെ പ്രവർത്തിച്ചു എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടായി. അത് തെറ്റിദ്ധാരണയായിരുന്നു. പക്ഷെ അത് എന്താണ് സംഭവിച്ചത്, എന്താണ് ഉണ്ടായത് എന്ന് മുന്നും പിന്നും ആലോചിക്കാതെ ആരോ ഒരാൾ പറഞ്ഞ കാര്യം അതേപടി വിശ്വസിച്ച്, അങ്ങനെ അപ്രകാരം അതേപടി വിശ്വസിച്ച് ഉണ്ടായ ഒരു പ്രശ്നം, അതേക്കുറിച്ച് നിങ്ങളോട് വിശദീകരണം ചോദിക്കായിരുന്നു ആ വ്യക്തി. പക്ഷേ ആ വ്യക്തി അതിന് തയ്യാറായില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി നിങ്ങളെ അവിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ നിങ്ങളെ അവിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ വ്യക്തി നിങ്ങളാണ് യഥാർത്ഥ തെറ്റുകാരി അല്ലെങ്കിൽ തെറ്റുകാരൻ എന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ആ വ്യക്തിയോട് ആത്മാർത്ഥത കാണിച്ച, ആ വ്യക്തിയോട് നല്ല സമീപനം കാണിച്ച നിങ്ങളെ വെറുക്കുന്ന സമീപനം ഉണ്ടായി. അങ്ങനെ വെറുക്കുന്ന സമീപനം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ദുഃഖം തോന്നി. എന്നാലും എന്നോട് ഇത്തരത്തിൽ ചെയ്തല്ലോ, എന്നെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് എൻ്റെ വ്യക്തി തുനിഞ്ഞില്ലല്ലോ, ശ്രമിച്ചില്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾക്കും ഉണ്ടായി. അങ്ങനെ നിങ്ങൾക്കും മനോവിഷമം ഉണ്ടാകുകയും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായി എങ്കിലും നിങ്ങളും ഒരകൽച്ച അവിടെ കാണിച്ചു. കാരണം അകൽച്ച കാണിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. മറ്റുള്ളവർ പറയുന്ന നുണകൾ കേട്ട് എന്നെ അവിശ്വസിച്ചൊരു വ്യക്തിയെ ഞാൻ എന്തിനിനിയും സ്നേഹിക്കണം? എൻ്റെ മനസ്സിലുള്ള സ്നേഹം ഞാൻ കളയുന്നില്ല, പക്ഷേ എന്നെ മനസ്സിലാക്കിയാതെ പോയതിൻ്റെ പരിഭവം നിങ്ങളിലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ മാറി നിന്നപ്പോൾ ആ വ്യക്തി ഉണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ ചിന്തിച്ചിരിക്കാം. അങ്ങനെ ആ വ്യക്തിക്ക് മനസ്സിലായി, അതിനുള്ള തെളിവുകൾ സഹിതം ആ വ്യക്തിക്ക് ലഭിച്ചു, തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാതെയോ വിശദീകരണം ചോദിക്കാതെയോ ഞാനുണ്ടാക്കിയ പ്രശ്നമാണ് എന്നെ പരാജയപ്പെടുത്തിയത്, എന്നെ എൻ്റെ വ്യക്തിയിൽ നിന്ന് അകറ്റിയത്. ഞാൻ ഇങ്ങനെയല്ലായിരുന്നു കാണിക്കേണ്ടതെന്നുള്ള ബോധ്യവും ആ ഒരു കുറ്റബോധത്തോടു കൂടി ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങളിലേക്ക് എത്തുകയാണ്, നിങ്ങൾ സ്വീകരിക്കുക. രണ്ടാമത്തെ പുഷ്പം എന്ന പൈൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് നന്മ ചെയ്തു, ഒരുപാട് പേർക്ക് നിലപാടെടുത്തു, സഹായങ്ങൾ ചെയ്തു. പക്ഷെ ആരും നിങ്ങളെ വിശ്വസിച്ചില്ല. നിങ്ങളെ വിശ്വസിച്ചവരെല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ ഒന്നുകിൽ നിങ്ങളെ വഞ്ചിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതിൽ വലിയ അസൂയുണ്ടായവരുമാണ്. നിങ്ങൾ എത്ര നന്നായിട്ട് അവരോട് പെരുമാറിയാലും, നിങ്ങൾ എത്ര ഭംഗിയായിട്ട് എത്ര ഉപകാരങ്ങൾ ചെയ്ത് മാറി നിന്നാലും അവർ നിങ്ങളെ അവിശ്വസിക്കും. അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. ഇനി അവരെ നിങ്ങൾ സ്നേഹിച്ചാൽ പോലും അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കില്ല. അവർക്കതിന് കഴിയില്ല. കാരണം നിങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കൊപ്പമുള്ള ആളുകൾ, അവർക്ക് നിങ്ങളോട് അസൂയയാണ്. നിങ്ങൾ ഭൂമിയോളം താഴ്ന്നാലും, നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ താഴ്ന്നാലും അവർ നിങ്ങളെ അംഗീകരിക്കില്ല ഒരിക്കലും. അവർ നിങ്ങളിൽ നിന്നൊരു നന്മയുണ്ടായാൽ അത് നന്മയാണെന്ന് പറയില്ല. കാരണം അവർക്ക് നിങ്ങളോട് വൈരാഗ്യമാണ്.
അസൂയയാണ്. ആ അസൂയ പൂത്തൊലഞ്ഞു നിൽക്കുകയാണ്. അതൊരിക്കലും കൊഴിഞ്ഞു പോകുന്നില്ല. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഏറ്റവും ആത്മാർത്ഥമുള്ളതാണ്. നിങ്ങളുടെ നല്ല മനസ്സ് കാരണം ആ അസൂയക്കാർക്കും ആ കുഴപ്പക്കാർക്കും ഒന്നും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. അത് വലിയൊരു അസൂയയായിട്ട് അവർക്ക് മാറി. അവർ സദാസമയവും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യവും അതുതന്നെയാണ്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റി നിർത്തുക, നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലടുപ്പിക്കുക, ഇല്ലാതാക്കുക. അതുമാത്രമായിരുന്നു അവരുടെ ചിന്ത. എപ്പോഴും അവരതിനു വേണ്ടി പല പണികളും നടത്തി. അതിപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി അത് വിശ്വസിച്ചു. നിങ്ങളുടെ വ്യക്തി അത് വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് അനുകമ്പ തോന്നി ആ വ്യക്തിയോട്. എന്ത് ആണ് ഈ കാണിക്കുന്നത്? ഇത്രയും നല്ല രീതിയിൽ ആ വ്യക്തിയെ സ്നേഹിച്ച് എന്നെ എന്തിനാ വിശ്വസിച്ചു? നിങ്ങൾക്ക് വിഷമം തോന്നി. എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു? പക്ഷെ നിങ്ങളതൊക്കെ അടക്കി പിടിച്ച് വെക്കേണ്ടി വന്നു. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായ നേട്ടങ്ങളിൽ അവർക്ക് അസൂയ തോന്നി. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് അവർക്ക് തോന്നിയത് അസൂയയും വൈരാഗ്യമാണെന്നുള്ളത് മനസ്സിലാക്കാതെ അവർ പറയുന്ന നുണകൾ വിശ്വസിച്ചു. പക്ഷേ ആ വ്യക്തി തിരിച്ചു വരികയാണ് തെറ്റുകൾ മനസ്സിലാക്കി. തീർച്ചയായും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ഇപ്പോൾ തെറ്റുകൾ കുറ്റബോധത്തോടെ ഓർക്കുന്നു. ആ വ്യക്തി തിരിച്ചു വരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.